ഹായ് ഓൾ, റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ബൈസെപ്സ് കേൾ എക്സർസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബൈസെപ്സ് കേൾ നമ്മുടെ കൈയുടെ മുൻഭാഗത്തെ പേശികൾക്കൊരു നല്ല ഷേപ്പ് നൽകാനും അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ ഉയർത്താനായിട്ടുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു. റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ ഇലാസ്റ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ബൈസെപ്സ് കേൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ സ്റ്റാൻസ് ആണ്. നിൽക്കുന്ന രീതി എങ്ങനെയാണ്? തറയിൽ നേരെ നിൽക്കുക. റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ മിഡിൽ പാർട്ട് നമ്മുടെ രണ്ട് പാദങ്ങൾ കൊണ്ട് ചവിട്ടി പിടിക്കുക. പിക്ചറിൽ കാണുന്നത് പോലെ കാലുകൾ തോളുകളുടെ അതേ വീതിയിൽ, അതായത് ഷോൾഡർ വിത്തിൽ അകത്തി വെക്കുക. കൈപ്പത്തികൾ മുന്നോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് ബാൻഡിൻ്റെ ഹാൻഡിലുകളിൽ പിടിക്കുക. അടുത്ത സ്റ്റെപ്പ് സെറ്റിംഗ് ടെൻഷനാണ്. അതായത് നമ്മളതിൻ്റെ ടെൻഷൻ ക്രമീകരിക്കുകയാണ്. എങ്ങനെ? ബാൻഡ് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈകളിൽ 1-2 തവണ കൂടി ബാൻഡ് ചുറ്റണം. ഈ എക്സർസൈസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബാൻഡിലൊരു ടെൻഷൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന ആ സമയത്ത് അത്രയും നമുക്ക് ഇലാസ്റ്റിക് എനർജി പ്രവർത്തിക്കത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ദ കേളാണ്. മുകളിലേക്ക് വലിക്കുകയാണ്. കൈമുട്ടുകൾ നമ്മളുടെ വാരിയലിനോട് ചേർത്ത് ഉറപ്പിച്ച് വെക്കണം. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തോളുകളുടെ അടുത്തേക്ക് മടക്കി ഉയർത്തുക. ഇവിടെ നമ്മൾ കൈകൾ മുകളിലേക്ക് എത്തും തോറും ബാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. മസിലിന് കൂടുതൽ ബലം നൽകുകയും ചെയ്യുന്നു. ഏറ്റവും മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യണം? 1 സെക്കൻഡ് അമർത്തി പിടിക്കുക. അവിടെയാണ് നമ്മുടെ പീക്ക് കൺട്രാക്ഷൻ നടക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഇത് റിലീസ്, അതായത് പതുക്കെ താഴേക്ക് വിടുകയാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ പതുക്കെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാൻഡ് പെട്ടെന്ന് സ്നാപ്പ് ചെയ്ത് താഴെ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ബാൻഡിൻ്റെ ആ ഒരു റീകോയിൽ ഫോഴ്സ് തടഞ്ഞുകൊണ്ട് വേണം താഴേക്ക് കൊണ്ടുവരാൻ. ഇത് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ എളുപ്പമാക്കും. ഇനി എത്ര പ്രാവശ്യം ചെയ്യണം? തുടക്കക്കാർ ഒരു 10 റെപ്പിറ്റീഷൻസ് വെച്ച് 3 സെറ്റ് ചെയ്യുക.